1973 തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ ചുമ്മാറിൻ്റെയും റോസിയുടെയും മകനായി ജനിച്ച ഒരു എഴുത്തുകാരൻ ആൻഡോ കവലക്കാട്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ സൃഷ്ടിയുടെ വഴിയിൽ കാൽ വെച്ച് തുടക്കം കുറിച്ച് അങ്കണം സാഹിത്യവേദിയുടെ സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്ത് കരുത്തു നേടുമ്പോഴായിരുന്നു പ്രമുഖ ബാലസാഹിത്യകാരൻ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കത്ത് വന്നത്. എഴുത്ത് തുടരണം. അക്ഷര സൃഷ്ടിക്ക് ആ എഴുത്ത് വലിയ ഒരു പ്രചോദനമായിരുന്നു. കഥ, നോവൽ, ബാലസാഹിത്യം, ഗാനരചന, തിരക്കഥ എന്നീ മേഖലകളിൽ 10-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം സംഭാവനകൾ നൽകി. 1999 കത്തോലിക്ക സഭ മാസികയിൽ സ്നേഹമഞ്ഞു പോലെ എന്ന ആദ്യ നോവലും 2004 പെൻ ബുക്സ് ആദ്യ ബാലനോവലായ വികാസ് നഗർ പുസ്തക രൂപത്തിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപർണ എസ് നാഥ് വികാസ് നഗർ ചിരാത് പബ്ലിക്കേഷൻസിലൂടെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. സ്വർണ്ണമണിയുന്നവരും വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടതെല്ലാം ഉൾക്കൊള്ളുന്ന പൊന്നറിവ് എന്ന ഗ്രന്ഥം HNC ബുക്സ് 2011 പ്രസിദ്ധീകരിച്ചു. 2023 പ്രസിദ്ധീകരിച്ച ഗോൾഡ് ഇൻ ബൈബിൾ എന്ന പുസ്തകം എഴുത്തുകാരൻ്റെ ആത്മീയ ആഴം പ്രകടിപ്പിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ കൃതിയാണ്. സുജിലി പബ്ലിക്കേഷൻസിൻ്റെ 999, M ബുക്സിൻ്റെ ഒരു തരിവട്ടം, കോർപ്പസ് പബ്ലിക്കേഷൻസിൻ്റെ കുട്ടി സ്റ്റോറീസ്, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, ദേവതയും പേടകവും എന്നീ കൃതികളും ശ്രദ്ധേയമാണ്. അനേകം ക്രൈസ്തവ ഗാനങ്ങളിലൂടെ വിശ്വാസപ്രേരിത സൃഷ്ടികളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കോർപ്പസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മ്യൂസിക്കൽ വൈബ്സ് എന്ന പുസ്തകം ആൻഡോ കവലക്കാട്ടിൽ സംഗീത പ്രതിഭയ്ക്ക് മാറ്റുകൂട്ടുന്നു. നമസ്കാരം, ഞാൻ ആൻഡോ കവലക്കാട്ട്. എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മ്യൂസിക്കൽ വൈബ്സ്. തിരുവനന്തപുരം കോർപ്പസ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 30ഓളം ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തകമാണ്. നിങ്ങളുടെ ആരുടെയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സാംസ്കാരിക ചിന്തകൻ എന്ന നിലയിലും എഴുത്തിൻ്റെ വഴിയിൽ നടന്ന ഈ യാത്ര ഇന്നും തുടരുകയാണ്.